ചെമ്പനീർപ്പൂവിന്റെ നാളത്തെ എപ്പിസോഡിന്റെ പ്രമോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രേവതിനെ സഹായിക്കാൻ എത്തിയവരും സഹോദരിയും എല്ലാവരും കൂടി വീടിന്റെ പുറത്ത് അങ്ങനെ നിൽക്കുവാണ്, സച്ചിയുടെ വീടിന്റെ പുറത്തൂടെ. അപ്പോൾ എല്ലാവരും രവീന്ദ്രൻ ഇങ്ങനെ രാവിലത്തെ ജോഗിംഗ് ഒക്കെ കഴിഞ്ഞ് നടന്നു വരുമല്ലോ. അപ്പോൾ ചോദിക്കും, ഇതെന്താ നിങ്ങളെല്ലാവരും കൂടി ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയും, അതന്നെ, ഇവിടെ എന്തിനാ നിൽക്കുന്നത്, എല്ലാവരും കൂടി വേറെ എവിടെയെങ്കിലും കൂടി പോയി പൂ കെട്ടാൻ ചന്ദ്ര പറയുവാണ്. അപ്പോൾ രവീന്ദ്രൻ പറയും, ഇവിടെ ഇങ്ങനെ നിൽക്കാതെ നിങ്ങളെല്ലാവരും കൂടി അകത്തോട്ട് കയറെന്ന് പറഞ്ഞ് എല്ലാവരെയും വീടിന്റെ അകത്തോട്ട് വിളിച്ചുകൊണ്ടും പോവുകയാണ്. ഇത് കണ്ട് ചന്ദ്രക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും കൂടി വീട്ടിലോട്ട് കയറി വരുമ്പോഴേക്കും പിന്നെ കാണിക്കുന്നത് സച്ചി അങ്ങനെ പൂവൊക്കെ നല്ല റെഡ് പൂവൊക്കെ അങ്ങനെ കുടഞ്ഞിടുവാണ് താഴത്തോട്ട്. നല്ല സൂപ്പർ സീനാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് രേവതി ഒരു 300 രൂപ സച്ചിക്ക് നേരെ നീട്ടുവാണ്. അപ്പോൾ സച്ചി പറയും, ഇതെന്താ 300, ഞാൻ 250 ചോദിച്ചോളൂ. അപ്പോൾ രേവതി പറയും, ഇരിക്കട്ടെ 50 രൂപ ടിപ്പ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുവാണ്. സച്ചി അത് മേടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും നാളത്തെ എപ്പിസോഡിൽ നമുക്കത് കാണാം. പക്ഷെ സുധിയും ചന്ദ്രയും നല്ല ടെൻഷനിലാണ്. സുധി പറയുന്നുണ്ട്, അമ്മേ ലക്ഷങ്ങളാണ് രേവതിക്ക് കിട്ടാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും, ലക്ഷങ്ങളോ, ഈ പൂക്കടക്കാരിക്ക് ലക്ഷങ്ങളോ എന്നോർത്ത് ചന്ദ്ര ഭയങ്കര ടെൻഷനാവാണ്. ഏതായാലും രേവതിയോട് ദേഷ്യമുള്ളവർക്കൊക്കെ ഇനി വരാൻ പോകുന്നൊരു സങ്കടക്കാലം തന്നെയായിരിക്കും എന്ന് ഉറപ്പാണ്. അത് കഴിഞ്ഞ് ബാക്കിയുള്ളവരൊക്കെ ടെൻഷനാണ്. നാളെ രാവിലെ കൊണ്ട് ഒരു 500 പൂമാല കെട്ടിക്കഴിയോ രേവതി എന്ന് പറയുമ്പോൾ രേവതി പറയും, കഴിയും, പറ്റും എന്ന് പറയുവാണ്. അപ്പൊ രവീന്ദ്രൻ പറയുന്നുണ്ട്, രേവതിയുടെ ഈ കോൺഫിഡൻസ് ബാക്കി എല്ലാവർക്കും ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് 500 പൂമാല നമുക്ക് കെട്ടിത്തീർക്കാം എന്ന് രവീന്ദ്രൻ പറയുവാണ്. അപ്പോൾ നാളത്തെ വീഡിയോയുടെ ഫുൾ വീഡിയോ റിവ്യൂ ഞാൻ രാവിലെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും നന്ദി.